ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേ ടെക്നോളജിയിലും ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിലുമാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ടെക്നോളജീസിലും ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിലുമാണ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിന്റെ പ്രത്യേകത അവർ ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ വൈബ്രന്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വൈബ്രന്റ് കളേഴ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്. ഇനി നമുക്ക് ELPs എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം ELPs ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ELPക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒരു കാഥോഡും ഒരു ആനോഡും ഉണ്ട്. അപ്പം ELPക്ക് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്നാ പറ്റും? ELPക്ക് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഇതെന്ത് ഇഞ്ചെക്ട് ചെയ്യും? ഇലക്ട്രോൺസിനെ മെറ്റീരിയലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പം നമ്മൾ ELPക്ക് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. ELPക്ക് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാഥോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡ് മെറ്റീരിയലിനകത്തേക്ക് ഇലക്ട്രോൺസിനെ ഇഞ്ചെക്ട് ചെയ്യും. കാഥോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡ് മെറ്റീരിയലിനകത്തേക്ക് ഇലക്ട്രോൺസിനെ ഇഞ്ചെക്ട് ചെയ്യും. ആനോഡ് എന്നാ ചെയ്യും? ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് മെറ്റീരിയലിനകത്തേക്ക് ഹോൾസിനെയും ഇഞ്ചെക്ട് ചെയ്യും. സോ നമ്മൾ എപ്പോഴാണോ ELPക്ക് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്, ഇലക്ട്രോലൂമിനസെന്റ് പോളിമറിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാഥോഡ് മെറ്റീരിയലിനകത്തേക്ക് ഇലക്ട്രോണിനെയും ഇഞ്ചെക്ട് ചെയ്യും, ആനോഡ് മെറ്റീരിയലിനകത്തേക്ക് ഹോൾസിനെയും ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഈ ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന ചാർജ് കാരിയേഴ്സ്, അതായത് ഇലക്ട്രോൺസും ഹോൾസും എന്നാ ചെയ്യും? പോളിമർ മെറ്റീരിയലിനകത്തൂടെ ട്രാവൽ ചെയ്യും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ട്രാവൽ ചെയ്യും? പോളിമർ മെറ്റീരിയലിനകത്തൂടെ ട്രാവൽ ചെയ്യും. ഇങ്ങനെ പോളിമർ മെറ്റീരിയലിനകത്തൂടെ ട്രാവൽ ചെയ്യുമ്പം ഇത് പോളിമർ മെറ്റീരിയലിനകത്ത് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുമ്പോൾ എന്നാ പറ്റും? ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യും. സോ ഈ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും ഹോൾസും പോളിമർ മെറ്റീരിയലിനകത്തൂടെ ട്രാവൽ ചെയ്യും ടുവേർഡ്സ് ഈച്ച് അതർ. ഇവർ മീറ്റ് ചെയ്യുമ്പം ഇവരെന്ത് ചെയ്യും? അവർ റീകമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്താൽ എന്നാ പറ്റും? ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനർജി റിലീസ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ഒരു ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അത് റിലീസ് ചെയ്യും. ഒരു മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺ ഹോളുമായി റീകമ്പൈൻ ചെയ്യുമ്പം ആ ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുക ചെയ്യുന്നത്. സോ ആ ഇലക്ട്രോൺ ഒരു ഹോളുമായി റീകമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി അത് എമിറ്റ് ചെയ്യും. ഈ എനർജി എന്തായിട്ടായിരിക്കും എമിറ്റ് ചെയ്യുന്നത്? ലൈറ്റ് എനർജി ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന എനർജി ലൈറ്റ് എനർജി ആയാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. സോ നമുക്കറിയാം എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? പോളിമറിൻ്റെ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിരിക്കും. എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോണിൻ്റെ എനർജി പോളിമറിൻ്റെ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിരിക്കും. എമിറ്റഡ് ലൈറ്റിൻ്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്ന അപ്പോൾ എന്താണ്? പോളിമറിൻ്റെ ബാൻഡ് ഗ്യാപ്പാണ്. എമിറ്റഡ് ലൈറ്റിൻ്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് പോളിമറിൻ്റെ ബാൻഡ് ഗ്യാപ്പാണ്. സോ എമിറ്റഡ് ലൈറ്റിൻ്റെ കളറ് പോളിമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ELPസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇനി നോക്കുന്നത്. ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വരുന്നത് ഡിസ്പ്ലേ ഡിവൈസസിൽ, ഡിസ്പ്ലേക്ക് വേണ്ടി ഡിസ്പ്ലേ ടെക്നോളജീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ടെക്നോളജീസിൽ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നത് TVസിലും സ്മാർട്ട് ഫോൺസിലും അതുപോലെ വിയറബിൾസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ELPs ആണ്. സോ ELPസിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ഡിസ്പ്ലേ ടെക്നോളജിയാണ്. OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൽ യൂസ് ചെയ്യുന്നത് ELPs ആണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ലൈറ്റിങ്. പല ടൈപ്പ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ELPs യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൂമിനസെൻസ് മെറ്റീരിയൽസ് അല്ലെ പോളിമേഴ്സ് പല ടൈപ്പ് ലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻസ് ആണ് വിയറബിൾസ്. വിയറബിൾസ് എന്ന് പറയുമ്പം
ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഫാബ്രിക്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫാഷനും ഉണ്ട് യൂസ്, അതുപോലെ സേഫ്റ്റി അപ്പാരൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് എമിറ്റിംഗ് ഫാബ്രിക്സ്. രണ്ടാമത്തെ വിയറബിൾസിൻ്റെ സെക്ഷൻ വരുന്നതാണ് ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസസ്. അതായത് ചില ഗ്ലോയിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ വിയറബിൾസിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 സെക്ഷൻ വരുന്നുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഫാബ്രിക്സും വരുന്നുണ്ട്, ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസസും വരുന്നുണ്ട്. പിന്നത്തെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഫീൽഡാണ് ഓട്ടോമോട്ടീവ്, അതുപോലെ സെൻസേഴ്സ്. സോ ELPസിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പം ഏതൊക്കെയാണ് ഫീൽഡ് വരിക? ഡിസ്പ്ലേ ടെക്നോളജിയിൽ തന്നെ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ELPs ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിങ്ങിന് വേണ്ടി ELPs യൂസ് ചെയ്യുന്നുണ്ട്. വിയറബിൾസ്, അതുപോലെ ഓട്ടോമോട്ടീവ്, സെൻസേഴ്സ്. വിയറബിൾസ് തന്നെ 2 സെക്ഷൻ ഉണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഫാബ്രിക്സും ഉണ്ട്, ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസസും ഉണ്ട്. ELPസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് PPE ആണ്. PPE എന്ന് പറയുന്നത് പോളി പി ഫെനിലിൻ എഥനിലിനാണ്. PPE എന്ന് പറയുന്നത്. ഈ PPE എമിറ്റ് ചെയ്യുന്നത് ബ്ലൂ ഗ്രീൻ ലൈറ്റ് ആണ്. 430 to 520 നാനോമീറ്റർ റേഞ്ചിലുള്ള ബ്ലൂ ഗ്രീൻ ലൈറ്റ് ആണ് PPE എമിറ്റ് ചെയ്യുന്നത്. എന്താണ് PPE? പോളി പി ഫെനിലിൻ എഥനിലിനാണ് PPE എന്ന് പറയുന്നത്. ഇതിന് ഹൈ ഫോട്ടോലൂമിനസൻസ് എഫിഷ്യൻസി ആണ്. PPEക്ക് ഹൈ ഫോട്ടോലൂമിനസൻസ് എഫിഷ്യൻസി ആണ്. എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? OLEDയിലും സെൻസർ ആപ്ലിക്കേഷൻസിലുമാണ് PPE യൂസ് ചെയ്യുന്നത്. PPE എന്ന് പറയുന്നത് പോളി പി ഫെനിലിൻ എഥനിലിനാണ്. ഇത് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സോണോഗാഷിര ഹാഗിഹാര കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. PPE സിന്തസൈസ് ചെയ്യുന്ന റിയാക്ഷൻ്റെ പേരാണ് സോണോഗാഷിര ഹാഗിഹാര കപ്ലിംഗ് റിയാക്ഷൻ. ഇതിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? ഫിനലിനും എഥനിലിനുമാണ് മോണോമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളി പാരാഫിനലിൻ ആണ്. ഈ പോളി പാരാഫിനലിൻ എമിറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. 400 to 500 നാനോമീറ്ററിലുള്ള ബ്ലൂ ലൈറ്റ് ആണ് പോളി പാരാഫിനലിൻ എമിറ്റ് ചെയ്യുന്നത്. ഇതിന് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പോളി പാരാഫിനലിന് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുപോലെ ഓർഗാനിക് സോൾവെൻസിൽ സോലിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. അപ്പോൾ പോളി പാരാഫിനലിൻ എന്ന് പറയുന്നത് ഒരു ELP ആണ്. അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റാന്ന് ഓർത്തിരിക്കുക, പോളി പാരാഫിനലിൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളിതയോഫീൻ ആണ്. പോളിതയോഫീൻസിൻ്റെ പ്രത്യേകത റെഡ് ടു ഓറഞ്ച് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. പോളിതയോഫീൻസിൻ്റെ പ്രത്യേകത എന്താ? റെഡ് ടു ഓറഞ്ച് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അതായത് 580 to 650 നാനോമീറ്റർ റേഞ്ചിലുള്ള റെഡ് ടു ഓറഞ്ച് ലൈറ്റ് ആണ് പോളിതയോഫീൻസ് എമിറ്റ് ചെയ്യുന്നത്. ഇവയ്ക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതുപോലെ പ്രോസസബിലിറ്റിയും കൂടുതലാണ്. സോ റെഡ് ടു ഓറഞ്ച് ലൈറ്റ് 580 to 650 നാനോമീറ്റർ റേഞ്ചിലുള്ള റെഡ് ടു ഓറഞ്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് പോളിതയോഫീൻസ് ആണ്. ദേ ഹാവ് ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസസബിലിറ്റി. അവർക്ക് ഗുഡ് സ്റ്റെബിലിറ്റിയും ഉണ്ട്, പ്രോസസബിലിറ്റിയും ഉണ്ട്. ഹൈ ചാർജ് കാരിയർ മൊബിലിറ്റി ആണ്. ഈ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത ചാർജ് കാരിയർ മൊബിലിറ്റി കൂടുതലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെയാണ്? ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് കൊടുക്കുക, ഡിസ്പ്ലേസിൽ ബാക്ക് ലൈറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഇവയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ പോളിതയോഫീൻസ് റെഡ് ടു ഓറഞ്ച് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസസബിലിറ്റി, ഹൈ ചാർജ് കാരിയർ മൊബിലിറ്റി. അതുപോലെ ആപ്ലിക്കേഷൻ എന്താണ്? ബാക്ക് ലൈറ്റിംഗ് ആണ്, ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റിംഗ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളിഫ്ലൂറൈൻസ് ആണ്. പോളിഫ്ലൂറൈൻസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. പോളിഫ്ലൂറൈൻസ് എമിറ്റ് ചെയ്യുന്നത് ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ്. അതായത് 400 to 470 നാനോമീറ്റർ റേഞ്ചിലുള്ള ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ് പോളിഫ്ലൂറൈൻസ്. ഇവയ്ക്ക് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ആയിരിക്കും. പോളിഫ്ലൂറൈൻസിന് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ആണ്. അതുപോലെ എക്സലൻറ്റ് തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ആണ്. പോളിഫ്ലൂറൈൻസിന് എക്സലൻറ്റ് തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ആണ്. യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അഡ്വാൻസ്ഡ് OLED ഡിസ്പ്ലേയിലാണ് പോളിഫ്ലൂറൈൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്ലൂ എമിറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആരാണ്? പോളിഫ്ലൂറൈൻസ് ആണ് ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കേണ്ടത് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ആണ്. അതുപോലെ തെർമൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് PPV ആണ്. എന്താണ് ഈ PPV? പോളി പി ഫിനലിൻ ആണ്.
പോളി പി ഫിനിലിൻ വിനിലിൻ. പോളി പി ഫിനിലിൻ വിനിലിൻ ആണ് PPV എന്ന് പറയുന്നത്. ഇതും ഒരു ELP ആണ്. PPV ഒരു ELP ആണ്. ഇലക്ട്രോലൂമിനസെന്റ് പോളിമർ ആണ് PPV എന്ന് പറയുന്നത്. PPV എന്ന് പറയുന്നത് പോളി പി ഫിനിലിൻ വിനിലിൻ ആണ്. ഇത് യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോളി പി ഫിനിലിൻ വിനലിൻ എമിറ്റ് ചെയ്യുന്നത് യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ്. 520 to 550 നാനോമീറ്റർ റേഞ്ചിലുള്ള യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ് PPV അഥവാ പോളി പി ഫിനലിൻ വിനലിൻ എമിറ്റ് ചെയ്യുന്നത്. ഇതിന് ഇലക്ട്രോലൂമിനസ് എഫിഷ്യൻസി കൂടുതലാണ്. ഗുഡ് ഇലക്ട്രോലൂമിനസെൻസ് എഫിഷ്യൻസി ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഉണ്ടായാലും സ്റ്റേബിൾ ആണ്, അത് റോബസ്റ്റ് ആണ്. ദേ ആർ സ്റ്റേബിൾ ആൻഡ് റോബസ്റ്റ് അണ്ടർ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ. ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഉണ്ടായാലും അവർ സ്റ്റേബിൾ ആണ്. ലോ കോസ്റ്റ് ഡിസ്പ്ലേ ടെക്നോളജീസിലാണ് PPV യൂസ് ചെയ്തത്. PPV എന്ന് പറഞ്ഞാൽ പോളി പി ഫിനലിൻ വിനലിൻ ആണ്. ഇനി എമിറ്റ് ചെയ്ത ലൈറ്റ് ഏതാ? യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ്. 520 to 550 നാനോമീറ്റർ റേഞ്ചിലുള്ള യെല്ലോ ഗ്രീൻ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഗുഡ് ഇലക്ട്രോലൂമിനസെൻസ് എഫിഷ്യൻസി ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഉണ്ടായാലും സ്റ്റേബിൾ ആൻഡ് റോബസ്റ്റ് ആണ്. ലോ കോസ്റ്റ് ഡിസ്പ്ലേ ടെക്നോളജീസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ELPയുടെ എക്സാമ്പിൾസ് പഠിക്കാനുള്ളത്. ELPക്കുള്ള ചലഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനും മോയിസ്ചറിനും ELPs സെൻസിറ്റീവ് ആണ്. ഓക്സിജനും മോയിസ്ചറിനും ELPs സെൻസിറ്റീവ് ആണ്. അപ്പം എന്നാ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ലൈഫ് ടൈം കുറയും. സോ ELPs ആർ സെൻസിറ്റീവ് ടു ഓക്സിജൻ ആൻഡ് മോയിസ്ചർ. കാര്യം എന്താണ്? അവയുടെ ഓപ്പറേഷണൽ ലൈഫ് ടൈം ഇതുകൊണ്ട് കുറയും. താങ്ക് യു.